നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിലൂന്നിയ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കും കൃഷിമന്ത്രി. റബ്ബർ പാൽ സംഭരണം, ഷീറ്റ് സംസ്കരണം, സംശയങ്ങൾ ദൂരീകരിക്കുവാൻ കോൾ സെന്റർ സംവിധാനം. കന്നുകാലികളിലെ കൃത്രിമ ബീജദാന വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കർഷകരെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ പരമാവധി ഗുണഭോക്താക്കളാക്കുവാൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിലൂന്നിയുള്ള സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിക്കുമെന്ന് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഡിസംബർ 1 മുതൽ 5 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ കാർഷിക മേഖലയിലെ മൂല്യവർദ്ധനവും സംസ്കരണവും സംബന്ധിച്ച് ശില്പശാലയും പ്രദർശനവും സംഘടിപ്പിക്കും. പ്രദർശനത്തിന്റെ ലോഗോ വൈഗ മന്ത്രി പ്രകാശനം ചെയ്തു. കാർഷിക ഉൽപ്പന്ന മൂല്യവർദ്ധന മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സർക്കാർ എല്ലാ സഹായവും നൽകും. ഇതിനായി ചെറുകിട ഇടത്തര അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൌകര്യങ്ങളായിരിക്കും പാർക്കുകളിൽ ലഭ്യമാകുക. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ നാളികേര പാർക്കും തൃശൂരിൽ വാഴപ്പഴം, തേൻ എന്നിവ അടിസ്ഥാനമാക്കിയുള്ളതും ആലപ്പുഴ, എറണാകുളം കേന്ദ്രീകരിച്ച് റൈസ് പാർക്കുമാണ് പരിഗണിക്കുക. റബ്ബർ, സുഗന്ധവിളകൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പാർക്കുകളും അനുയോജ്യ സ്ഥലങ്ങളിൽ ആരംഭിക്കും. കിഫ്ബിയിൽ നിന്നുള്ള ധനസഹായത്തോടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചാണ് അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കുകയെന്നും കൃഷിമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ കറവ പശുക്കളെയും സമഗ്ര കന്നുകാലി ഇൻഷുറൻസിന് കീഴിൽ കൊണ്ടുവരുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവായി. ഇതിനായി കന്നുകാലികളെ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ട പ്രീമിയം തുകയുടെ 25% കേന്ദ്ര സർക്കാരും 25% സംസ്ഥാന സർക്കാരും 25% തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും വഹിക്കും. 25% ഗുണഭോക്താക്കൾ വഹിച്ചാൽ മതിയാകും. റബ്ബർ പാൽ സംഭരണം, ഷീറ്റ് സംസ്കരണം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാനും സംശയങ്ങൾ ദൂരീകരിക്കാനും റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ഇനി കർഷകർക്ക് ബന്ധപ്പെടാം. ഇതു സംബന്ധമായ ചോദ്യങ്ങൾക്ക് റബ്ബർ ബോർഡിലെ അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ എം.എൻ. ബിജു നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകും. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് കോൾ സെന്ററിന്റെ പ്രവർത്തനം. വിശദവിവരങ്ങൾക്ക് കോൾ സെന്ററിന്റെ നമ്പർ 0481 257 6622. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാന്നി റീജിയണൽ AI സെന്ററിൽ ആടുവളർത്തൽ സംരംഭങ്ങൾ തുടങ്ങാൻ താൽപര്യമുള്ളവർക്കായി 4 ദിവസത്തെ പരിശീലനം നടത്തുന്നു. താൽപര്യമുള്ള കർഷകർ അതത് മൃഗാശുപത്രികളിൽ ലഭ്യമായ അപേക്ഷകൾ വാങ്ങി ഈ മാസം 10-ാം തീയതിക്ക് മുൻപായി അതത് വെറ്ററിനറി സർജന് നൽകേണ്ടതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമേ പരിശീലനം ലഭിക്കൂ. ഈ മാസം 21-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് പരിശീലനം. മൃഗസംരക്ഷണ വകുപ്പ് ഈ മാസം മുതൽ കന്നുകാലികളിലെ കൃത്രിമ ബീജദാനത്തിന്റെ റിപ്പോർട്ടിംഗും വിവരശേഖരണവും ഓൺലൈൻ വഴിയാക്കുകയാണ്. ഗർഭപരിശോധനാ തീയതി, വന്ധ്യതാ നിവാരണ പ്രവർത്തനങ്ങൾ, ഇൻഷുറൻസ്, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ SMS വഴി കർഷകർക്ക് ലഭിക്കും. മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാർ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ഇയർ ടാഗ് തുടങ്ങിയവ നിർബന്ധമായും നൽകേണ്ടതാണ്. എല്ലാ കർഷകരും ഇതിനോട് സഹകരിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. കോതമംഗലത്തുള്ള നാളികേര വികസന ബോർഡിന്റെ ഫാമിൽ കുറിയ നേടിയ സങ്കരയിനം തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0484 255 4240. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484 255 4240. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9400 രൂപ, കോഴിക്കോട് 10500, തൃശൂർ 9350, കൊപ്ര കൊച്ചി 6365, കോഴിക്കോട് 6550, തൃശൂർ 6410, കുരുമുളക് അൺഗാർബിൾ 66000, ഗാർബിൾ 69000, ചുക്ക് മീഡിയം 12500, ബെസ്റ്റ് 14000, മഞ്ഞൾ സേലം 9400, ഈറോഡ് 9600. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 11200, RSS 4-ാം ഗ്രേഡ് 11700. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 11100, RSS 4-ാം ഗ്രേഡ് 11700 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 9400 രൂപ, കൊപ്ര 6365,
പിണ്ണാക്ക് എക്സ്പെല്ലർ 2000, റോട്ടറി 2300. കുരുമുളക് അൺഗാർബിൾ 66,000, ഗാർബിൾ 69,000. ചുക്ക് മീഡിയം 12,500, ബെസ്റ്റ് 14,000. മഞ്ഞൾ നാടൻ 11,500. അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 240-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യേ. ജാതിപത്രി 600-നും 850-നും മധ്യേ. ഗ്രാമ്പു 750. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,200, RSS 4ാം ഗ്രേഡ് 11,700. ഒട്ടുപാൽ 7,600, ലാറ്റക്സ് 7,200 രൂപ. കമ്പോള അവലോകനം. ഹൈറേഞ്ച് മേഖലയെ ആവേശം കൊള്ളിച്ച് ഏലക്ക റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ചു. കൊച്ചി ലേലത്തിൽ മികച്ച ഇനം കിലോഗ്രാമിന് 1,536 രൂപയിലെത്തി. മൊത്തം 59 ടൺ കൈമാറി. ശരാശരി ഇനങ്ങൾക്ക് ലഭിച്ച ഉയർന്ന വില കിലോ 1,361 രൂപ. ഇന്നലെ ഇടുക്കിയിൽ 2 വ്യത്യസ്ത ലേലങ്ങളിൽ വലിപ്പം കൂടിയ ഇനങ്ങൾ 1,400 രൂപയ്ക്ക് മുകളിൽ കൈമാറി. വരൾച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ വിലക്കയറ്റത്തിന് വേഗത പകർന്നു. കുരുമുളകിന് തുടർച്ചയായി നേരിട്ട വിലയിടിവ് ഉൽപാദകരിൽ ആശങ്ക ഉളവാക്കി. ഇതര ഉൽപാദന രാജ്യങ്ങളും വിലക്ക് താഴ്ത്തിയതാണ് കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറക്കുന്നത്. അൺഗാർബിൾ മുളക് കിലോ 660 രൂപ. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റമില്ല. മില്ലുകളിൽ നിന്നുള്ള വെളിച്ചെണ്ണ നീക്കം കുറഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യ റബ്ബർ വിപണികളിൽ ടയർ നിർമ്മാതാക്കൾ സജീവമായത് ഷീറ്റ് വില ഉയർത്തി. കാർഷിക മേഖലകളിൽ നിന്നുള്ള റബ്ബർ വരവ് ശക്തമല്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 23. കൊച്ചി 33.4, 21.8. ആലപ്പുഴ 33.7, 23.6. പുനലൂർ 33.4, 22.3. തിരുവനന്തപുരം കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.